ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായി നമ്മൾ ബൈബാക്ക് ഓഫ് ഷെയർസിനെ കുറിച്ച് പഠിക്കേണ്ടായി അല്ലേ. അപ്പോൾ ബൈബാക്ക് ഓഫ് ഷെയർസ്, അതിൻ്റെ അക്കൗണ്ടിങ് പ്രോസസ്സ്, ജേർണൽ എൻട്രീസ്, അതുപോലെ തന്നെ അല്ലേ ഒന്ന് രണ്ട് ഇല്ലുസ്ട്രേഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കണ്ടായി. അപ്പോൾ ഇന്ന് ഈ ബൈബാക്കിൽ പ്രോബ്ലം ഏരിയയിൽ വരാവുന്ന വേറൊരു കാര്യമാണ് ബൈബാക്കിന് ശേഷമുള്ള ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ചും എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ബൈബാക്കിൻ്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്നും ആ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് ബൈബാക്കിൻ്റെ ജേർണൽ എൻട്രീസ് എഴുതാനും അതിനുശേഷം ബൈബാക്കിന് ശേഷം വരുന്ന പോസ്റ്റ് ബൈബാക്കിന് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ്, പോസ്റ്റ് ബൈബാക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനും ആവശ്യപ്പെടാം. അങ്ങനെ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ ആവശ്യപ്പെടുന്ന ഒരു പ്രോബ്ലം വന്നാൽ എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത് അല്ലേ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാലൻസ് ഷീറ്റ്, പ്രീവിയസ് ബാലൻസ് ഷീറ്റിലുള്ള ഫിഗേഴ്സ് തന്നിട്ടുണ്ടാവും, കുറേ അഡീഷണൽ ഇൻഫർമേഷൻ ബൈബാക്കിനെ സംബന്ധിച്ചുള്ള ഇൻസ്ട്രക്ഷൻസും തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ജേർണൽ എൻട്രീസ് ഒക്കെ എഴുതാൻ. ഓക്കെ, ദെൻ അതിനുശേഷം ബാലൻസ് ഷീറ്റ് പുതിയതായിട്ട് റിവൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ പ്രീവിയസ് ബാലൻസിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരിക എന്നതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം, വ്യക്തമായൊരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് വേണം ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാൻ. ഇപ്പോൾ കുറേ വർക്കിംഗ് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പ്രധാനമായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ട വർക്കിംഗ് നോട്ട് ഏതൊക്കെയാണ്? ഒന്ന്, ചേഞ്ച് വരാൻ സാധ്യതയുള്ളത് ബൈബാക്ക് സംഭവിക്കുമ്പോൾ എന്ത് വരാം, മേ ബി ദർ ഈസ് എ ചാൻസ് ഓഫ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ഓർ ഡിക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. ഏതാണ് വരിക? So there will be decrease in equity share capital. Clear? So there will be decrease in equity share. Equity share capital കുറവ് വരും. കാരണം ബൈബാക്ക് ചെയ്യുന്നതോടുകൂടി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വർക്കിംഗ് നോട്ടിൽ എടുത്ത് ഷെഡ്യൂൾ നമ്പർ 1 അല്ലെങ്കിൽ നോട്ട് നമ്പർ 1, ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എഴുതി അതിൻ്റെ നേരത്തെ പ്രീവിയസ് ബാലൻസ് ഷീറ്റിൽ എത്രയായിരുന്നു എമൗണ്ട് ഉണ്ടായിരുന്നത്, ബൈബാക്ക് തീരുമാനിച്ചത് എത്രയാണെന്ന് കണ്ടുപിടിച്ച് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബാലൻസ് എമൗണ്ട് അവൈലബിൾ ഓർ ബാലൻസ് എമൗണ്ട് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ ഈ ബാലൻസ് എമൗണ്ട് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വേണം പുതിയ ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ. ക്ലിയർ? രണ്ടാമത്തെ കാര്യത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്കറിയാം ബൈബാക്ക് ചെയ്യുന്നതിന് വേണ്ടി ചില സോഴ്സസിനെ കുറിച്ച് പഠിച്ചു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈബാക്ക് ചെയ്യുന്നതിൻ്റെ പർപ്പസിന് വേണ്ടി ഫ്രീ റിസർവ്സ് ആയിട്ടുള്ള ജനറൽ റിസർവോ സർപ്ലസ് അക്കൗണ്ടോ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടോ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ എമൗണ്ടും ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ജേർണൽ എൻട്രി ചെയ്തുമ്പോൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താ, അതിൻ്റെ ബാലൻസ് എല്ലാം കുറഞ്ഞു പോയി എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യണം. ക്ലിയർ? ഇപ്പോൾ നോട്ട് നമ്പർ 2 എഴുതി റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഓക്കെ, എന്നിട്ട് പ്രീവിയസ് ഓരോന്നിൻ്റെയും എടുക്കണം. സർപ്ലസ്, പ്രീവിയസ് ബാലൻസ് എത്രയായിരുന്നു, ഇനി ബൈബാക്കിന് വേണ്ടി നമ്മൾ എത്രയാണ് ഉപയോഗിച്ചത്, ബാലൻസ് എത്രയുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് എമൗണ്ട് ലെസ് യൂസ്ഡ് ഫോർ ബൈബാക്ക്, ദെൻ ക്ലോസിംഗ് എമൗണ്ട്, അങ്ങനെ കണ്ടുപിടിക്കണം. അതുപോലെ ജനറൽ റിസർവ് എടുക്കണം, ഓപ്പണിംഗ് എമൗണ്ട് എടുക്കുക, ലെസ് യൂട്ടിലൈസ്ഡ് ഫോർ ബൈബാക്ക് കുറയ്ക്കുക, ബാക്കിയുള്ളത് കണ്ടുപിടിക്കുക. ക്ലിയർ? അതുപോലെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ലെസ് എമൗണ്ട് യൂട്ടിലൈസ്ഡ് ഫോർ ബൈബാക്ക് ഓർ ബൈബാക്ക് പ്രീമിയം, ബാക്കി നമുക്ക് കിട്ടുന്ന എമൗണ്ട് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട്. ഇങ്ങനെ ഓരോ ഫ്രീ റിസർവ്സിൻ്റെയും എമൗണ്ട് സെപ്പറേറ്റ് ചെയ്ത് ക്ലോസിംഗ് ബാലൻസ് എടുത്ത ശേഷം അതിൻ്റെ ടോട്ടൽ എടുക്കുക. ആ ടോട്ടലാണ് എന്തായിട്ട് എടുക്കേണ്ടത്, ബാലൻസ് ഷീറ്റിലേക്ക് റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ ടോട്ടലായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇനി മാറ്റം വരാൻ സാധ്യതയുള്ള എന്താ, അഡീഷണൽ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലോ അഡീഷണൽ ആയിട്ടുള്ള ഡിബഞ്ചറോ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് എല്ലാം കൂടുതലായിട്ട് വരും. ക്ലിയർ? അപ്പോൾ അതെന്ത് ചെയ്യണം, ആഡ് ചെയ്ത് പുതിയ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. പഴയ ബാലൻസ് ഷീറ്റിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ക്ലിയർ? ദെൻ അടുത്ത ചേഞ്ച് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്താ, ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ സെയിൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ സെയിൽ ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബുക്ക് വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, പഴയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറയ്ക്കണം. അല്ലെങ്കിൽ അത് തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തമായിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഒഴിവാക്കണം. ക്ലിയർ? അതല്ല എങ്കിൽ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടോട്ടൽ വാല്യൂവിൽ നിന്നും
നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ ബുക്ക് വാല്യൂ കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ പുതിയ ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ പാടുകയുള്ളൂ. ക്ലിയർ? ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ CRR ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ, ക്ലിയർ? ഇപ്പോൾ സോഴ്സസ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രീ റിസർവ്സ് എന്നാണ്. അതുകൊണ്ട് കമ്പനീസ് ആയിട്ടുള്ള പ്രൊവിഷൻ അനുസരിച്ച് CRR ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലേ? ഇപ്പോൾ CRR ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ജേർണൽ എൻട്രി നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം, CRR കൂടെ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റലിന് താഴെ CRR എഴുതി കാണിച്ചിരിക്കണം. ക്ലിയർ? അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബാലൻസ് ഷീറ്റ് വരുന്നൊരു പ്രോബ്ലത്തെ സമീപിക്കാൻ. നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, സോ ഇല്ലുസ്ട്രേഷൻ നമ്പർ നമുക്ക് 4 എടുത്ത് നോക്കാം. ക്ലിയർ? സോ വാട്ട് ഈസ് ഗിവൺ ഇൻ ദി ഇല്ലുസ്ട്രേഷൻ നമ്പർ 4? So information relating to an equity, liability and assets of C Limited as on 31/3/2018 is given below. അപ്പം തന്നിട്ടുണ്ട് അല്ലെ, കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ഷെയർ ക്യാപിറ്റൽ 20 lakh equity shares of 10 each. അപ്പോൾ എത്ര വരും, 2 crore rupees. ഓക്കെ, റിസർവ്സ് ആൻഡ് സർപ്ലസ് തന്നിട്ടുണ്ട് 20 lakh rupees. സെക്യൂരിറ്റീസ് പ്രീമിയം ജനറൽ റിസർവ് 1 crore 80 lakh. ഓക്കെ, ദെൻ non-current liabilities തന്നിട്ടുണ്ട് 14% redeemable debentures 1 crore rupees and other current liabilities 1 crore rupees, total 6 crore. അതുപോലെ അസറ്റ്സ് തന്നിട്ടുണ്ട്, non-current assets, that is fixed assets, freehold property 2 crore rupees, current assetsൽ stock in trade 1 crore 20 lakh, sundry debtors 1 crore, cash and bank balance 1 crore 80 lakh, so total 6 lakh. So this is the problem. Clear? ഇത് ബാലൻസ് ഷീറ്റാണ്, പ്രീവിയസ് ബാലൻസ് ഷീറ്റാണ്. നിങ്ങൾക്ക് നേരത്തെ അയച്ചു തന്നിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസിൽ നിന്നും ഇത് എഴുതിയെടുക്കുക, നിങ്ങളുടെ പ്രോബ്ലം നോട്ട്ബുക്കിൽ എഴുതിയിട്ട് പ്രോബ്ലത്തിനെ സമീപിക്കുക. ക്ലിയർ? ഐ ഹോപ്പ് യു മൈറ്റ് ഹാവ് റിട്ടൺ ദിസ് പ്രോബ്ലം ഇൻ യുവർ നോട്ട്ബുക്ക്. ക്ലിയർ? അപ്പോൾ അതിനുശേഷം നമ്മൾ പ്രോബ്ലത്തിലേക്ക് വരിക. ക്ലിയർ? അല്ലെങ്കിൽ പ്രോബ്ലം എഴുതാനുള്ള സ്പേസ് വിട്ട ശേഷം താഴേക്ക് വരിക. അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ഇൻഫർമേഷൻ, ബൈ ബാക്കിന് സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്? നമ്പർ 1, ക്ലിയർ? To buy back 20% of equity shares at rupees 12 per share. So face value of share is rupees 10. The company is decided to buy back, clear, 20% of equity share capital at the rate of 12 per share. അപ്പോൾ 12 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത് ബൈ ബാക്ക് പ്രൈസ്. 2 രൂപ എന്താണ്, എക്സ്ട്രാ 2 രൂപ ബൈ ബാക്കിൻ്റെ പ്രീമിയമാണ്. ക്ലിയർ? അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. ദെൻ നമ്പർ 2, യൂട്ടിലൈസ് ജനറൽ റിസർവ് ഫോർ ബൈ ബാക്ക് ഓഫ് ഷെയർസ്. ബൈബാക്കിന് വേണ്ടി ജനറൽ റിസർവാണ് ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്ത് നോക്കണം, CRR ക്രിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യകതയുണ്ട്. ക്ലിയർ? അപ്പോൾ CRRനെ കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. ദെൻ അടുത്തത് നമ്പർ 3, ടു യൂട്ടിലൈസ് സെക്യൂരിറ്റീസ് പ്രീമിയം ഫോർ ബൈബാക്ക് ഓഫ് ഷെയർസ്. പ്രീമിയം ഓൺ ബൈബാക്ക് കൊടുക്കുന്നതിന് വേണ്ടി അല്ലേ, 2 രൂപ വെച്ചിട്ട് നമ്മൾ പ്രീമിയം ഓൺ ബൈബാക്ക് കൊടുക്കുന്നുണ്ട്, ബൈബാക്ക് പ്രീമിയം. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടാണ്. അപ്പോൾ ഇവിടെ buyback premium entire amount should be used from securities premium account. Then to immediately cancel the shares bought back. ഇങ്ങനെ 4 കണ്ടീഷൻസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളത് എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, പാസ് നെസസറി ജേർണൽ എൻട്രീസ് ആൻഡ് ഡ്രോ ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ദി എബവ് ട്രാൻസാക്ഷൻ ഹാവ് ബീൻ ഗിവൺ എഫക്റ്റ് ടു. ക്ലിയർ? ബൈബാക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ബാലൻസ് ഷീറ്റും എൻ്റെ ജേർണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, നമുക്ക് ജേർണൽ എൻട്രി ആദ്യം എഴുതാം. ഓക്കെ, നിങ്ങൾ റെഡി ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം അല്ലേ? അപ്പോൾ നോക്കുക, നമ്മൾ നോട്ട്ബുക്കിൽ കോളം വരയ്ക്കുക, എന്നിട്ട് നോക്കുക. ഓക്കെ, എന്താണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അല്ലേ? ബൈ ബാക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, ജനറൽ റിസർവ് ഉപയോഗിച്ചിട്ടാണ് ബൈ ബാക്ക് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം, CRR ക്രിയേറ്റ് ചെയ്യണം. വി നീഡ് ടു ക്രിയേറ്റ് CRR. ക്ലിയർ? സോ വർക്കിംഗ് നോട്ട് നമ്പർ 1. ക്ലിയർ? ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജേർണൽ എൻട്രീസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ വർക്കിംഗ് നോട്ട് നമ്പർ 1, എന്താ വർക്കിംഗ് നോട്ട് നമ്പർ 1? സോ ദാറ്റ് ഈസ് ബൈ ബാക്കിൻ്റെ എമൗണ്ട് എത്രയാണ്, വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് ബൈ ബാക്ക്? ക്ലിയർ? എമൗണ്ട് ഓഫ് ബൈ ബാക്ക് എത്രയാ? സോ വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അവൈലബിൾ? ഇറ്റ് ഈസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് 2 crore rupees. ഓക്കെ, 2 crore rupeesൻ്റെ 2 കോടി രൂപ, അതിൻ്റെ 20%. ക്ലിയർ?
സോ 2 crore ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എഴുതണം നോട്ട് നമ്പർ 1 എഴുതിയിട്ട് എന്താ ഇതാ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് ഈക്വൽ ടു പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഇൻറ്റു 20/100. That is equal to 2 crore into 20/100. So that is equal to 40 lakhs. 40 ലക്ഷം നിങ്ങൾ എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കണം. അപ്പോൾ 40 ലക്ഷം രൂപ. ക്ലിയർ? എങ്ങനെയാണ് 40 ലക്ഷം കിട്ടിയത്? 2 കോടി രൂപയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അതിൻ്റെ 20% എടുത്തു. അപ്പോൾ 40 ലക്ഷം രൂപ. ക്ലിയർ? ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് ടോട്ടൽ ബൈബാക്ക് എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? ഇത് നോമിനൽ വാല്യൂ ആണ്. ഓക്കെ, കാരണം നമ്മൾ പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ 40 lakh റുപ്പീസിൻ്റെ ബൈബാക്കാണ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലേ? അപ്പോൾ എത്ര ഷെയർ ആയിരിക്കും വരിക? താഴെ എഴുതുക നമ്പർ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് ഈക്വൽ ടു 40 lakh ഡിവൈഡഡ് ബൈ 10 rupee. 10 രൂപയാണ് ഫേസ് വാല്യൂ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 4 lakh ഷെയർസ്, 4 ലക്ഷം ഷെയർസ്. ക്ലിയർ? അടുത്തത് താഴെ, അതിൻ്റെ താഴെ തന്നെ എന്താണ് അടുത്തത്? എമൗണ്ട് ഓഫ് ബൈബാക്ക്, ടോട്ടൽ എമൗണ്ട് ഫോർ ബൈബാക്ക് ഈക്വൽ ടു അല്ലേ? ഇപ്പം എത്ര കിട്ടുക? 4 lakh ഷെയർസ് ഇൻറ്റു 12 rupees. 4 lakh shares into 12 rupees. So what is 4 lakh shares into 12 rupees? That is equal to 48 lakh. 48 ലക്ഷം രൂപ. ഇനി താഴെ അല്ലേ? അപ്പോൾ ബൈബാക്ക് പ്രീമിയം, therefore ബൈബാക്ക് പ്രീമിയം ഈക്വൽ ടു, ഞാൻ ബൈബാക്ക് പ്രീമിയം കണ്ടുപിടിച്ചിരുന്നത് നമ്മൾ നേരത്തേക്ക് ടോട്ടൽ എമൗണ്ടിൽ നിന്നും നോമിനൽ എമൗണ്ട് കുറയ്ക്കുക അല്ലേ? അപ്പോൾ 48 ലക്ഷം രൂപ ഷെയർ ഹോൾഡേഴ്സിന് ടോട്ടലി കൊടുക്കണം. 40 ലക്ഷം രൂപ എന്തായിരുന്നു? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. സോ 48 lakh മൈനസ് 40 lakh, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 lakh rupees. സോ ബൈബാക്ക് പ്രീമിയം ഈക്വൽ ടു 8 lakh. എവിടെ നിന്നാണ് ഇത് ബൈബാക്ക് പ്രീമിയം എടുക്കുന്നത്? ഇപ്പോൾ താഴെ തന്നെ നോട്ടായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ താഴെ തന്നെ എഴുതുക. ഓക്കെ, സെക്യൂരിറ്റീസ് പ്രീമിയം വാസ് യൂട്ടിലൈസ്ഡ് ഫോർ the purpose of providing buyback premium. So securities premium was used for buyback premium. Okay, ശരി. അപ്പോൾ ഇത്രയും നമ്മൾ നോട്ടിൽ ചെയ്തു അല്ലേ? ശരി. ഇനി എന്താണ് അടുത്തത്? നമുക്ക് അപ്പോൾ ഇനി അടുത്ത താഴെ തന്നെ കൊടുക്കുക ഒരു കാര്യം കൂടെ നമുക്ക് വേണം അല്ലേ? നോട്ട് നമ്പർ 2 ആയിട്ട്. അപ്പോൾ CRR എത്രയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ? CRR to be created. CRR is to be created. CRR എന്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ബിക്കോസ് here CRR is to be created because the entire amount of buyback is used from reserves and surplus, free reserve. So the source of buyback here is from free reserves, that is general reserve. So it is provided in the question that for the purpose of buyback we are using general reserve, and therefore clear. So it is a case of using free reserve for buyback. Pandiyanam nominal value of shares bought back is rupees 40 lakh, and therefore CRR to be created equal to 40 lakh rupee. CRR to be created equal to 40 lakh. In the bracket and the nominal value of shares bought back by using general reserve. Okay, അപ്പോൾ നമുക്ക് ഇനി ജേർണൽ എൻട്രിയിലേക്ക് വരാം. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് ജേർണൽ എൻട്രി ഫോർ ദ ക്രിയേഷൻ ഓഫ് CRR? So what is the journal entry for creation of CRR? So we are using general reserve, and therefore general reserve account added to CRR. General reserve account added to CRR 40 lakhs. So general reserve account ഡെബിറ്റ് ചെയ്തു അല്ലേ? അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ കുറയും അല്ലേ? ഡിക്രീസ് ഇൻ ദി ജനറൽ റിസർവ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. ദെൻ CRR പുതുതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്ത് ബാലൻസ് കാണിക്കണം. അതുകൊണ്ട് CRR അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു 40 ലക്ഷം രൂപ. എന്താ നരേഷൻ കൊടുക്കുക? CRR ക്രിയേറ്റഡ് അല്ലെങ്കിൽ ക്രിയേഷൻ ഓഫ് CRR ഓൺ ബൈബാക്ക് ഓർ CRR created on buyback. Okay, what is the second journal entry?
സോ ബൈബാക്കിനെ നമ്മൾ ഡ്യൂ ആയിട്ട് കാണിക്കുമ്പോൾ അല്ലേ, വെൻ ബൈബാക്ക് ബിക്കം ഡ്യൂ, ക്ലിയർ, ഓർ when equity share capital is cancelled on buyback. Okay, so what is the journal entry? Equity share capital account debtor അല്ലേ, നമ്മൾ നേരത്തെ വർക്കിംഗ് നോട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്, അത് എടുത്ത് എഴുതിയാൽ മാത്രം മതി. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 40 lakh, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ 8 lakh. എന്താണ് ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഈസ് ബൈബാക്ക് പ്രീമിയം അല്ലേ. അപ്പോൾ ബൈബാക്ക് പ്രീമിയത്തിന് നമ്മൾ ഡയറക്റ്റായിട്ട് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ എന്ത് ചെയ്തിരിക്കണം? ഡെബിറ്റ് ചെയ്തിരിക്കണം. ഇതല്ലെങ്കിൽ എന്ത് ചെയ്യാം? 2 ജേർണൽ എൻട്രി ആയിട്ട് എഴുതണം. ക്ലിയർ? ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയം എഴുതുന്നതിന് പകരം ബൈബാക്ക് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ 8 lakh എന്ന് എഴുതണം. ക്ലിയർ? ദെൻ ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 48 lakh എന്ന് എഴുതി അടുത്തൊരു ജേർണൽ എൻട്രി എന്ത് ചെയ്യണം? ബൈബാക്ക് പ്രീമിയം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജേർണൽ എൻട്രി എഴുതണം. അപ്പോൾ എന്ത് ചെയ്യണം? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു ബൈബാക്ക് പ്രീമിയം എന്ന് എഴുതണം. ക്ലിയർ? അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഒറ്റ ജേർണൽ എൻട്രി ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 40 lakh, securities premium account debtor 8 lakh to shareholders account 48 lakh. The narration, cancellation of equity share capital on buyback. Clear? Then what is the final journal entry? Buyback and amount shareholders nu kodukkumbo equity shareholders account debtor to bank account 48 lakh. Okay, narration എന്താ കൊടുക്കുക? പേയ്മെന്റ് മെയ്ഡ് ടു ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ്. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ നോക്കുക. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് പ്രിപ്പയർ ചെയ്യണം അല്ലേ. ഇവിടെ പ്രധാനമായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ട നോട്ട് എന്തൊക്കെയാണ്? 2 നോട്ട്സ് വേണം. നമ്പർ 1 അല്ലേ. ഇനി അടുത്ത് വേണ്ട നോട്ട് എന്താ? നമ്മൾ ഓൾറെഡി നോട്ട് നമ്പർ 1ഉം നോട്ട് നമ്പർ 2ഉം ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോട്ട് നമ്പർ 3 അല്ലേ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇപ്പോൾ നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് വർക്കൗട്ട് ചെയ്യണം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു നോട്ട് പോലെ പ്രിപ്പയർ ചെയ്യുക. ക്ലിയർ? പർട്ടിക്കുലേഴ്സ് എമൗണ്ട് അതിലെന്ത് ചെയ്യണം? നമ്മൾ അടുത്ത് എഴുതുക. ക്ലിയർ? ഇപ്പോൾ നോട്ട് നമ്പർ 1 ഇവിടെ കൊടുത്തിരിക്കുന്നു. ക്ലിയർ? പ്രീവിയസ് ക്യാപിറ്റൽ എത്രയാണ്? അപ്പോൾ ഇവിടെ എഴുതുക ഓപ്പണിംഗ് ഷെയർ ക്യാപിറ്റൽ, ഓപ്പണിംഗ് എമൗണ്ട് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതിയിട്ട് എമൗണ്ട് കോളത്തിൽ എത്ര എഴുതും? 2 crore rupees. താഴെ ലെസ് എമൗണ്ട് ഓഫ് ബൈബാക്ക് അല്ലെങ്കിൽ നോമിനൽ വാല്യൂ ഓഫ് ബൈബാക്ക് ബോട്ട് ബാക്ക് ഷെയർസ് ഈക്വൽ ടു 40 lakh. അപ്പോൾ ബാലൻസ് എത്ര കിട്ടും? 1 crore 60 lakh. അണ്ടർലൈൻ ചെയ്യുക 1 crore 60 lakh. സോ ദിസ് ഈസ് ദി ക്ലോസിംഗ് ബാലൻസ് ഓഫ് പെയ്ഡ് അപ്പ്. അപ്പോൾ അതിന് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ചെയ്ത ക്ലോസിംഗ് ബാലൻസ് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 1 crore 60 lakh. നോട്ട് നമ്പർ 4 അടുത്തൊരു നോട്ട് ഇതുപോലെ വരയ്ക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? റിസർവ്സ് ആൻഡ് സർപ്ലസിന് വേണ്ടി. ക്ലിയർ? ഓക്കെ, എന്നിട്ട് ഓരോന്നിൻ്റെയും റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ എമൗണ്ട് എത്രയുണ്ടെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ താഴെ ഹെഡിങ് കൊടുക്കുക, മുകളിൽ ഹെഡിങ് കൊടുക്കുക റിസർവ്സ് ആൻഡ് സർപ്ലസ്, നോട്ട് 4 റിസർവ്സ് ആൻഡ് സർപ്ലസ്, എന്നിട്ട് താഴെ പർട്ടിക്കുലേഴ്സ് കോളം എമൗണ്ട്. ഓക്കെ, ഇനി ഓരോന്നായിട്ട് എടുക്കണം. ഓക്കെ, എന്തൊക്കെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്? റിസർവ്സ് നോക്കുക, പ്രീവിയസ് ബാലൻസ് നോക്കുക, ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ബാലൻസ് എന്തൊക്കെയാണ് റിസർവ്സ് ആയിട്ട് തന്നിരിക്കുന്നത്? സോ ഹിയർ വി ആർ ഗിവൺ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. സോ വാട്ട് ഈസ് എമൗണ്ട് ഗിവൺ? 20 lakh. അപ്പോൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഇത് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, എന്നിട്ട് ബ്രാക്കറ്റിൽ അല്ലേ 20 lakh 20 ലക്ഷം മൈനസ് അത് നമ്മൾ എത്ര ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ജേർണൽ എൻട്രി ഒക്കെ നോക്കുക അല്ലേ. സെക്യൂരിറ്റീസ് പ്രീമിയം യൂട്ടിലൈസ്ഡ് ഫോർ ബൈബാക്ക് പ്രീമിയം ഈസ് 8 lakh rupee. അപ്പോൾ എന്ത് ചെയ്യണം? മൈനസ് 8 lakh. അപ്പോൾ 20 ലക്ഷം മൈനസ് 8 lakh. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 ലക്ഷത്തിൽ നിന്ന് 8 ലക്ഷം പോയി കഴിഞ്ഞാൽ 12 lakhs 12 ലക്ഷം. അപ്പോൾ എമൗണ്ട് കോളത്തിൽ 12 ലക്ഷത്തിന് എഴുതുക. ക്ലിയർ? ദെൻ ജനറൽ റിസർവ് അക്കൗണ്ട് ആകെ എത്രയുണ്ട്? 1 crore 80 lakh അല്ലേ. അപ്പോൾ ജനറൽ റിസർവ് എന്ന പർട്ടിക്കുലർ കോളത്തിൽ എഴുതി ബ്രാക്കറ്റിൽ 1 crore 80 lakh എന്ന് എഴുതുക മൈനസ് എന്ന് എത്രയാണ് നമ്മൾ CRR ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്? സോ വി ഹാവ് യൂട്ടിലൈസ്ഡ് 40 lakh 40 ലക്ഷം രൂപ. അപ്പോൾ 40 ലക്ഷം കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 1 crore 40 lakh ആയോ? ഓക്കെ, ഇനി ഒരു റിസർവ് കൂടെ നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായതാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഇപ്പോൾ താഴെ ഇതാ CRR. ക്ലിയർ? അതിന് നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുക? എമൗണ്ട് കോളത്തിൽ തന്നെ ഇത് 40 lakhs. ക്ലിയർ? അപ്പം നേരത്തെ ഉണ്ടായിരുന്ന റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ജനറൽ റിസർവിൽ ചെറിയ മാറ്റം വന്നു, സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ ചെറിയ മാറ്റം വന്നു അല്ലേ. ദെൻ നേരത്തെ ഇല്ലാത്തൊരു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വന്നു. ക്ലിയർ? സോ ടോട്ടൽ എത്ര കിട്ടും? സോ ടോട്ടൽ ഓഫ് ദ റിസർവ്സ് ആൻഡ് സർപ്ലസ് വിൽ ബി
1 crore 92 lakh. 1 crore 92 lakh. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷനിലേക്ക് വരാം. ക്ലിയർ? ഓക്കെ, സോ വാട്ട് ഈസ് ബാലൻസ് ഷീറ്റ്? ക്ലിയർ? ബാലൻസ് ഷീറ്റ് ഓഫ് സി ലിമിറ്റഡ്. ഓക്കെ, ബ്രാക്കറ്റിൽ കൊടുക്കുക ആഫ്റ്റർ ബൈ ബാക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ബൈ ബാക്ക്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ഡേറ്റ് കൂടെ എഴുതുക. ക്ലിയർ? ഇതെല്ലാം ഒരേ ഡേറ്റിന് തന്നെ ചെയ്തു നമ്മൾ അസ്യൂം ചെയ്യണേ. ആസ് ഓൺ 31/3/2018. ക്ലിയർ? ഓക്കെ. ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന ഹെഡിങ് കൊടുത്തു അല്ലെ. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സോ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന ഹെഡിങ് കൊടുത്ത് അതിൻ്റെ താഴെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയണേ, ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി താഴെ ഷെയർ ക്യാപിറ്റൽ. സോ വാട്ട് ഇസ് ഷെയർ ക്യാപിറ്റൽ? 1 അല്ലേ. നോട്ട് നമ്പർ 1 കൊടുക്കുക. നമ്മളിവിടെ നിങ്ങളെ സ്ക്രീനിൽ കാണുന്ന 1 എന്നാണ്. നമ്മുടെ നോട്ട് എത്രയായിരുന്നു? 3 ആയിരുന്നു. അപ്പോൾ 3 എന്ന് കൊടുത്താൽ മതി. ക്ലിയർ? അല്ല, നിങ്ങൾ നോട്ട് 1 എന്നാണ് നേരത്തെ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതിന് ഷെയർ ക്യാപിറ്റൽ കൊടുത്തിരിക്കുന്നത് അത് തന്നെ എഴുതുക. ക്ലിയർ? സോ നേരത്തെ നമ്മുടെ നോട്ട് നോക്കിയിട്ട് എഴുതുക 1 crore 60 lakh. B, reserves and surplus, that is 1 crore 92 lakhs. Okay, അത് രണ്ടെണ്ണമായി അല്ലേ. ഇനി എന്താണ് അടുത്തത്? നോൺ കറണ്ട് ലയബിലിറ്റി. അതിൽ മാറ്റമൊന്നുമില്ല. ഹെഡിങ് കൊടുത്തിട്ട് താഴെ അല്ലെങ്കിൽ ഹൈഫൻ ഇട്ടിട്ട് 14% ഡിബഞ്ചർ 1 crore. കറണ്ട് ലയബിലിറ്റീസ് 1 crore എഴുതി കഴിഞ്ഞാൽ ദെൻ ടോട്ടൽ ഓഫ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ഈക്വൽ ടു നമുക്ക് റിവൈസ് എല്ലാം കൂടെ കൂട്ടാം. എന്തൊക്കെയാണ് ഫിഗർ വരുന്നത്? നമുക്ക് 1 crore 60 lakh അല്ലേ, പ്ലസ് 1 crore 92 lakh പ്ലസ് 1 crore പ്ലസ് 1 crore. സോ ടോട്ടൽ 5 crore 52 lakh. ഓക്കെ, ദെൻ അസറ്റ്സ്. അസറ്റ് സൈഡ് എന്തെങ്കിലും മാറ്റമുണ്ടോ? ക്യാഷിൽ മാത്രം ചെറിയ ബാങ്ക് ബാലൻസിൽ മാത്രം എന്ത് വരും? ചെറിയ മാറ്റം വരും. ക്ലിയർ? അപ്പോൾ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ബാങ്ക് ബാലൻസ് നമ്മൾ കണ്ടെത്തണം. അത് ഇവിടെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്യണം. ക്ലിയർ? നോട്ട് നമ്പർ 5 ആയിട്ട് കൊടുക്കണം. ക്ലിയർ? അതർവൈസ് ഇവിടെ തന്നെ എന്ത് ചെയ്താൽ മതി? അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ക്ലിയർ? ഓക്കെ. സോ വാട്ട് ഈസ് ദ പ്രീവിയസ് എമൗണ്ട് ഓഫ് ക്യാഷ് ബാലൻസ്? ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ഈസ് ഗിവൻ ആസ് 1 crore 32 lakh ഉണ്ട്. ക്ലിയർ? ഇപ്പോൾ നോട്ട് നമ്പർ 5 ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നോട്ട് നമ്പർ 5 ക്യാഷ് ബാലൻസ് എഴുതി നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് 1 crore 32 lakh ലെസ് എമൗണ്ട് പെയ്ഡ് ടു ഇക്വിറ്റി ഹോൾഡേഴ്സ് ഓൺ ബൈബാക്ക് അല്ലെങ്കിൽ എമൗണ്ട് പെയ്ഡ് ഓൺ ബൈബാക്ക് ഈക്വൽ ടു 48 lakh 48 ലക്ഷം. ക്ലിയർ? അപ്പോൾ നമുക്ക് ബാക്കി എത്രയാണോ കിട്ടുന്നത് ആ എമൗണ്ട് ആയിരിക്കണം. സോ അതിന് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ബാലൻസ് ഇല്ല, ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്. സോ ദിസ് എമൗണ്ട് ഷുഡ് ബി ബ്രോട്ട് ടു ദി ന്യൂ ബാലൻസ് ഷീറ്റ്. ഓക്കെ, ശരി. ഇനി നമ്മൾ അസറ്റ് സൈഡിലേക്ക് ഒന്നുകൂടെ വരാം. ഫിക്സഡ് അസറ്റ്സ്. സോറി, എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞതിൽ ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ. സോ വാട്ട് ഈസ് ദ പ്രീവിയസ് എമൗണ്ട് ഓഫ് ക്യാഷ് ബാലൻസ്? ഇറ്റ് ഈസ് നോട്ട് 1,32,000 ബട്ട് ഇറ്റ് ഈസ് 1,80,000. ഓക്കെ, so correct your schedule, or that is note number 5 cash balance. Note number 5 cash balance. Opening balance of cash 1 crore 80 lakh. 1 crore 80 lakh less buyback amount paid on buyback equal to 48 lakh. Clear? So the resultant figure will be 1,32 lakh. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാ? 1,80,00,000 നിന്ന് 48 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ 1,32,00,000 രൂപ കിട്ടി. ക്ലിയർ? സോ ദിസ് ഈസ് ദി ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. അപ്പോൾ ഇതാണ് ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ, ശരി. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്ക് വരുന്നു. അസറ്റ്സ് ആയിട്ട് ഫിക്സഡ് അസറ്റ്സ്, പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് 2 crore ഉണ്ട്. ക്ലിയർ? കറണ്ട് അസറ്റ്സ് ഹെഡിങ് കൊടുത്തു, അതിൻ്റെ താഴെ ഇൻവെൻ്ററി അല്ലേ. എത്രയാണത്? 1 crore 20 lakh. അത് നേരത്തെ പ്രീവിയസ് ബാലൻസ് ഷീറ്റിലുള്ള തന്നെയാണ്. ക്ലിയർ? അതങ്ങനെ എടുത്തെഴുതി. ട്രേഡ് റിസീവബിൾസ് 1 crore അതേപോലെ എടുത്തെഴുതി. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. ക്ലിയർ? ഇവിടെ നമ്മൾ എത്ര എഴുതുക? ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച നോട്ട് നമ്പർ 5 1 crore 32 lakh. ക്ലിയർ? ഇനി നോട്ട് നമ്പർ 5 വേറെ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എഴുതിയിട്ട് ഇതിൻ്റെ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കണം? സോ ഇൻ ദ ബ്രാക്കറ്റ് യു മേ റൈറ്റ്. ഓക്കെ,
നേരത്തെ ഉണ്ടായിരുന്ന എത്രയാണ്? 1,80 lakh ആണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. ക്ലിയർ? മൈനസ് എന്താണ് 48 lakh നമ്മളിപ്പം കൊടുത്തു. അപ്പോൾ 48 lakh കുറയ്ക്കുക. ക്ലിയർ? അപ്പോൾ ബാക്കി എത്രയാണോ കിട്ടുന്നത് 1,80 lakh മൈനസ് 48 lakh ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് 1,32 lakh. ക്ലിയർ? അപ്പോൾ നമുക്കത് ക്യാഷ് ബാലൻസ് നമ്മളിവിടെ എടുത്ത് എഴുതി. ഇപ്പോൾ ടോട്ടൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അസറ്റ് സൈഡിലെ ടോട്ടൽ ഏതൊക്കെയാണ് എമൗണ്ട് വരിക? നോൺ കറണ്ട് അസറ്റ്സ് ആയിട്ട് 2 crore, കറണ്ട് അസറ്റ്സിലെ ഇൻവെൻട്രി 1,20 lakh, then trade receivables 1 crore, then cash and cash equivalents 1,32 lakh. So total 5,52 lakh. Clear? So this is the amount of total assets. Clear? നേരത്തെ കിട്ടിയിരിക്കുന്ന ടോട്ടൽ ലയബിലിറ്റിയും സെയിം ആണ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ബൈബാക്കിനെ സംബന്ധിക്കുന്ന ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ആവശ്യമുള്ള ഡാറ്റ മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ക്ലിയർ? പ്രധാനമായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ട നോട്ട്സ് എന്താ? എമൗണ്ട് ഓഫ് ബൈബാക്ക് നിശ്ചയം, നോമിനൽ വാല്യൂ ഓഫ് ബൈബാക്ക് എത്രയാണെന്ന് നോക്കണം. ക്ലിയർ? ദെൻ പിന്നീട് എന്ത് ചെയ്യണം? CRR ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ CRRൻ്റെ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ? ബൈബാക്ക് പ്രീമിയം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യണം? ഇക്വിറ്റി ക്യാപിറ്റൽ ബൈബാക്കിന് ശേഷം എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ? അതിനുശേഷം റിസർവ്സ് ആൻഡ് സർപ്ലസിൽ എന്തൊക്കെ മാറ്റം വന്നു നോക്കിയിട്ട് ഫൈനൽ ബാലൻസ് ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസ് നോക്കണം. അതുപോലെ അടുത്ത നോട്ട് എന്താ? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ എന്ത് മാറ്റം വന്നിട്ടുണ്ട് ബൈബാക്കിന് ശേഷം നോക്കണം. ക്ലിയർ? ഇത്രയും ചെയ്തു വെച്ച ശേഷം എന്ത് ചെയ്യുക? ജേർണൽ എൻട്രീസ് ചെയ്ത് അതിനുശേഷം നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതിൽ പ്രോബ്ലത്തിൽ കൊടുത്തിരിക്കുന്ന ഇതിൽ നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസിൽ കൊടുത്തിരിക്കുന്ന കുറേയധികം ഇല്ലുസ്ട്രേഷൻസ് ഉണ്ട്. ഇല്ലുസ്ട്രേഷൻ നമ്പർ 5, 6 അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും വരുന്ന സമയത്ത് നിങ്ങൾ വാട്സപ്പിലൂടെ ഗ്രൂപ്പിലൂടെ മെസ്സേജ് നൽകുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുക. ക്ലിയർ? സോ ദാറ്റ് വി ക്യാൻ മേക്ക് എ ഡിസ്കഷൻ ഇൻ ദി ഗ്രൂപ്പ്. ഓക്കെ.